ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ആനയുടെ പകയാണ്. എന്താ ഉറക്കം വരുന്നു. ആ പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഇത്രയും പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചു പുലർത്തുന്ന ഒരു ഭരണാധികാരിയെ കേരളത്തിന്റെ മണ്ണിൽ കണ്ടിട്ടില്ല. തന്നെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവരെ കായികമായി കൈകാര്യം ചെയ്യാനും അപകീർത്തിപ്പെടുത്താനും ഏതറ്റം വരെയും പോകുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വസ്തുതകൾ നിരത്തി വെച്ച് പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ ഭരണാധികാരിയുടെ പൊള്ളത്തരങ്ങൾ വസ്തുതാപരമായി യുക്തിസഹമായി വിശകലനം ചെയ്തുകൊണ്ട് ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നയാളാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി സമീപകാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അപ്പൊ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ നിശബ്ദനാക്കുക എന്ന പിണറായി വിജയന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് ഏതാണ്ട് ഭീകരവാദിയെ വീട് വളഞ്ഞ് അകത്ത് കയറി വീട് തല്ലി തകർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അകത്ത് കിടന്ന് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിക്കാപട്ടണമാണോ ഇത്? എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണ്. മനസ്സിൽ പകയും ആനയുടെ പകയാണ്. ആ പകയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിരിക്കാൻ ഒരിക്കലും കഴിയില്ല. നാട് തകർന്നു പോകും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായി.